നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം ഇന്നൊരു പുതിയ കാഴ്ചയാണ്. ഇപ്പം ഞാനുള്ളത് ബാംഗ്ലൂർ മെട്രോ യെല്ലോ ലൈനിലാണ്, അഥവാ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി ബൊമ്മസാന്ദ്ര, അങ്ങനെ നമ്മുടെ ഒസൂർ റോഡിന് സമാന്തരമായിട്ട് പോണ, ഹൈവേക്ക് സമാന്തരമായിട്ട് പോണ ലൈനാണ് യെല്ലോ ലൈന്. അപ്പോൾ അതാ നമ്മൾ വന്നിട്ടുള്ളത്, ഇവിടെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ടാവും. രാമേശ്വരം കഫേ, ബാംഗ്ലൂർ രാമേശ്വരം കഫേ. ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. ഇത് ഇന്ദിരാനഗറിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അവരൊരു പുതിയ സംരംഭമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ പ്രവേശന സ്ഥലത്ത് തന്നെ എത്തുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് വരുന്നത്. ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ കയറുന്ന ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ, അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ കോഫി, അത് ഡെസേർട്ട് കൗണ്ടർ ഇതാണ്. അപ്പോൾ ഉള്ളിലാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂർ ജോലിയൊക്കെ ചെയ്ത് താമസിക്കുന്ന ആളുകൾക്കറിയാം. പൊതുവെ നമ്മുടെ രാമേശ്വരം കഫേയിലെ ഫുഡ് അത്യാവശ്യം പേരുള്ള ഫുഡ് തന്നെയാണ്. ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയാം, നല്ല വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നൊരു റെസ്റ്റോറൻ്റാണ് രാമേശ്വരം കഫേ. അവരുടെ പുതിയ സംരംഭമാണ്. അപ്പോൾ നമ്മൾ നേരെ കയറി വന്നാൽ ഇതാണ് കാണുന്ന അവസ്ഥ. അപ്പോൾ ഇവിടുന്ന് ആദ്യം അറിയാമല്ലോ, ആദ്യം ബില്ലടിച്ചിട്ട് സാധനങ്ങൾ നമുക്ക് ഫുഡ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ മെനു ഒക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കൗണ്ടറുകൾ കേട്ടോ. മൊത്തത്തിൽ വേറൊരു ഫീലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ കിട്ടിയ അറിവുകളേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക ബാക്കിയൊക്കെ. ഇപ്പം തിരക്ക് കുറവാണ്. ഇവിടെ മണിക്കൂറുകൾ ലൈന് നിന്നിട്ടൊക്കെയാണ് ആളുകൾ ഫുഡ് വാങ്ങാറുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നത് ഏകദേശം ഒരു ഉച്ച ടൈമാണ്, പിന്നെ വർക്കിംഗ് ഡേ ആണ്. ഇത് ഇവിടെ നമുക്കതാ സ്വയം സാധനങ്ങൾ മെനു തിരഞ്ഞെടുത്തിട്ട് ഇവിടെ തന്നെ ഗൂഗിൾ പേ വഴി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബില്ലെടുത്തിട്ട് കൗണ്ടറിൽ പോയി ഫുഡ് വാങ്ങുക. അപ്പോൾ അത് കണ്ട, ഇതാണ് ഇവിടുത്തെ സ്റ്റൈൽ. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നതാ, ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഭോജനശാല ഉണ്ട്. ഒരു 10-200 ഇരിക്കാൻ പറ്റുക. പക്ഷെ അവിടേക്ക് ഫുഡ് കഴിക്കാൻ കയറണമെങ്കിൽ എന്ത് ചെയ്യണം, ചെരുപ്പൊക്കെ അയച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ക്ഷേത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. റെസ്റ്റോറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു വിശാലമായൊരു സ്ഥലം, കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളും പൂജയും പ്രതിഷ്ഠയും അതേപോലെ തന്നെ പലതും ഉണ്ട് ഇവിടെ. ഒരു വേറൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ. ഇവിടുത്തെ സ്മെല്ലും ഇവിടുത്തെ മ്യൂസിക്കും വേറൊരു ഫീലാണ്. നമുക്ക് പെട്ടെന്ന് കൂടുതൽ ടൈമിൽ നമുക്കൊരു ക്ഷേത്രമായിട്ടാണ് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഇവിടുത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മര്യാദയിലേക്കും അതിൻ്റെ ഒരു അച്ചടക്കത്തിലേക്കും മാറും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടോ. ഈ ഭാഗത്തേക്ക് പോയാലാണ് ഇവിടെയാണ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പോയാൽ വീണ്ടും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മണിക്കൂറുകൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച ഭക്ഷണം ഇതാണ്. ഒന്ന് ഇവിടുത്തെ നല്ല പേരുള്ള ദോശ, അതേപോലെ തന്നെ ഇഡ്ഡലി വട, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ക്യാരറ്റ് ഹലുവ, അതേപോലെ തന്നെ കേസരി ബാത്ത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. നല്ല ക്വാളിറ്റിയാണ് സാധനം. അത്യാവശ്യം റേറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. ഇതാണ് ഇവിടുത്തെ ഗോശാല കേട്ടോ. ഗോശാലയാണ്. 2 പശുക്കിടാങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വന്നു കണ്ടു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് ഇത് കാണാനായിട്ട്, രാമേശ്വരം കഫേ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ പോകാൻ നേരത്താണ് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് തോന്നിയത്. അതാണ് ഈ വീഡിയോ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നി അതൊക്കെ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ഗുഡ് ബൈ.